ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് ഭൂമിയിലല്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ഉണരുമ്പോൾ ജനലിലൂടെ കാണുന്നത് പച്ചപ്പുള്ള മരങ്ങളോ നീലാകാശമോ അല്ല, ചുവന്ന നിറത്തിലുള്ള മണലും പാറകളും മാത്രം. നിങ്ങളുടെ വീടിന് പുറത്തേക്ക് ഒരു ചൂട് വെക്കണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ പ്രത്യേക സ്യൂട്ട് ധരിക്കേണ്ടി വരും. കാരണം പുറത്തുള്ള വായു ശ്വസിക്കാൻ പറ്റില്ല. കേൾക്കാൻ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലും ഉണ്ടല്ലേ? പക്ഷേ ഇത് ഭാവിയിൽ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്, മനുഷ്യർ ചൊവ്വയിൽ താമസിക്കാൻ തുടങ്ങിയാൽ ജീവിതം എങ്ങനെയായിരിക്കുമെന്നതാണ്. ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ചൊവ്വ ഭൂമിയെപ്പോലുള്ള ഒരു ഗ്രഹമല്ല. അവിടെ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ വളരെ കുറവാണ്. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ പുറത്തേക്കൊന്നും നടക്കാൻ കഴിയില്ല. ഓരോ തവണയും പുറത്തേക്ക് പോകുമ്പോൾ സ്പേസ് സ്യൂട്ട് ധരിക്കേണ്ടി വരും. അതായത് ഒരു കടയിൽ പോകാനോ സുഹൃത്തിനെ കാണാനോ പ്രത്യേക സ്യൂട്ട് നമ്മൾ ധരിക്കേണ്ടി വരും. ചൊവ്വയിലെ ഒരു ദിവസം ഭൂമിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഭൂമിയിലെ ഒരു ദിവസത്തേക്കാൾ ചൊവ്വയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് കുറച്ച് നീളമുള്ളതാണ്. ഭൂമിയിലെ ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ ചൊവ്വയിൽ അത് ഏകദേശം 24 മണിക്കൂറും 39 മിനിറ്റുമാണ്. അതുകൊണ്ട് ഉറക്കത്തിനും ജോലിക്കും വലിയ മാറ്റമൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. പക്ഷേ ചൊവ്വയിലെ ഒരു വർഷം എന്ന് പറയുന്നത് കുറച്ചധികം നീളമുള്ളതാണ്. അതായത് ചൊവ്വയിലെ ഒരു വർഷം പൂർത്തിയാകാൻ ഭൂമിയിലെ 687 ദിവസങ്ങൾ വേണം. നിങ്ങളുടെ ഒരു ജന്മദിനം ആഘോഷിക്കാൻ തന്നെ ഏകദേശം 2 വർഷത്തോളം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ചൊവ്വയിലെ കാലാവസ്ഥ നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ വലിയ അപകടം പിടിച്ചതും വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. എന്നുവെച്ചാൽ ഭൂമിയിലുള്ള ശരാശരി താപനില എന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ചൊവ്വയിലത് -63 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഭൂമിയേക്കാൾ ഏകദേശം 78 ഡിഗ്രി കൂടുതൽ തണുപ്പാണ് ചൊവ്വയിൽ. ചില സ്ഥലങ്ങളിൽ താപനില -63 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴെയാകാം. ചൊവ്വയിലടുത്ത അപകടകരമായ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടുത്തെ പൊടിക്കാറ്റാണ്. ഈ പൊടിക്കാറ്റുകൾ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കും. അപ്പോൾ വീടിന് പുറത്തേക്ക് പോകുന്നത് വളരെ അപകടകരമാണ്. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ചൊവ്വയിൽ സ്വിഗ്ഗിയോ സൊമാറ്റോ ഒന്നും ഉണ്ടാവില്ല. പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാനും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണം നമ്മൾ തന്നെ കൃഷി ചെയ്യേണ്ടി വരും. വലിയ ഗ്ലാസ് മുറികളിൽ പച്ചക്കറികളും പഴങ്ങളും വളർത്തേണ്ടി വരും. ഒരുപക്ഷെ ഉരുളക്കിഴങ്ങും തക്കാളിയും ചീരയും ഒക്കെ ആയിരിക്കും ആദ്യമായി നമ്മൾ വളർത്തുന്ന വിളകൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വെള്ളമാണ്. ഭൂമിയിൽ കാണുന്നത് പോലെ നദികളോ തടാകങ്ങളോ അവിടെ ഉണ്ടാവില്ല. എന്നാൽ ചൊവ്വയിൽ ചില ഭാഗങ്ങളിൽ മഞ്ഞു രൂപത്തിൽ വെള്ളമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. അതുരുക്കി ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ. കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനുമെല്ലാം അതേ വെള്ളം തന്നെ പലതവണ ശുദ്ധീകരിച്ച് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ ഭൂമിയെ കുറേക്കാലം താമസിച്ചതുകൊണ്ട് ചൊവ്വയിലെത്തി കുറച്ചുനാൾ കഴിയുമ്പോൾ തന്നെ ഭൂമിയെ നമ്മൾ നന്നായി മിസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടെ കടലില്ല, മഴയില്ല, മരങ്ങളില്ല, പക്ഷികളുടെ ശബ്ദമില്ല. ജനലിലൂടെ നോക്കിയാൽ എല്ലായിടത്തും ചുവന്ന മണൽ മാത്രം. വർഷങ്ങളോളം അങ്ങനെ ജീവിക്കുമ്പോൾ പലർക്കും ഏകാന്തത അനുഭവപ്പെടാം. ഭൂമിയുമായി സംസാരിക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഫോൺ കോൾ ചെയ്താൽ ഉടനെ മറുപടി കിട്ടില്ല. ചൊവ്വയും ഭൂമിയും തമ്മിലുള്ള ദൂരമനുസരിച്ച് ഒരു സന്ദേശം എത്താൻ തന്നെ കുറച്ച് മിനിറ്റുകൾ മുതൽ 20 മിനിറ്റിലധികം വരെ സമയമെടുക്കാം. അതിനാൽ വീഡിയോ കോൾ ചെയ്യുന്നത് പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ചൊവ്വയിൽ താമസിക്കുന്നവർ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകും. ഒരുപക്ഷെ അവർ മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായി ഒരു നഗരം നിർമ്മിക്കുന്ന മനുഷ്യരായിരിക്കും. സ്കൂളുകളും ആശുപത്രികളും കടകളും പിന്നീട് ഒരുപക്ഷെ മുഴുവൻ നഗരങ്ങളും അവിടെ ഉണ്ടാകാം. ഇന്ന് നമുക്ക് സാധാരണയായി തോന്നുന്ന കാര്യങ്ങൾ എല്ലാം ഒരിക്കൽ ആദ്യമായി ഭൂമിയിലും ഉണ്ടായതാണ്. അതുപോലെ ചൊവ്വയിലും ഒരു പുതിയ മനുഷ്യ സംസ്കാരം രൂപപ്പെടാൻ വളരെ സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ 100 വർഷങ്ങൾക്ക് ശേഷം ചൊവ്വയിൽ ജനിച്ച കുട്ടികൾ ഭൂമിയെക്കുറിച്ച് പുസ്തകങ്ങളിൽ മാത്രം വായിച്ചെന്ന് വരാം. നമ്മൾ ഇന്ന് ചന്ദ്രനെ നോക്കുന്നത് പോലെ അവർ ആകാശത്തേക്ക് നോക്കി ഭൂമിയെ കാണുകയും അവിടെയാണല്ലോ നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത് എന്ന് പറയുകയും ചെയ്തേക്കാം. ചൊവ്വയിലുള്ള ജീവിതം എളുപ്പമുള്ളതായിരിക്കില്ല. അത് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരിക്കും. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും അവിടെ ജീവിക്കാനും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു നാൾ ചൊവ്വയിൽ ചുവന്ന മണലിലൂടെ മനുഷ്യരുടെ കാൽപ്പാടുകൾ മാത്രമല്ല, മുഴുവൻ നഗരങ്ങളും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഭൂമിയെ വിട്ട് ചൊവ്വയിൽ നിങ്ങൾ താമസം മാറ്റുമോ? അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.